ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ അജണ്ടയിൽ മുസ്ലിം വിരോധം, ഗർഭാപ്പസി പോലെ എന്നിവ ക്ഷേത്ര നിർമ്മിതി ഉണ്ടാവില്ലേ? ക്ഷേത്ര നിർമ്മിതി ഉണ്ടാവില്ലെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അടൽ ബിഹാരി വാജ്പേയി 92 പറഞ്ഞാണ് ഇനി രാമക്ഷേത്രം തന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന്. പക്ഷെ ഇന്നിപ്പോൾ ഗ്യാൻബാബിക്ക് എന്താ കുഴപ്പം, മധുരയ്ക്ക് എന്താ കുഴപ്പം പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് അദ്ദേഹം കഴിഞ്ഞാൽ അടുത്തത് പറയും. ഇങ്ങനെ നമ്മളിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായിട്ട് മാറും. എന്നിട്ട് പറയും നമ്മൾ മുന്നോട്ട് പോകുന്ന ജനതയാണ്, നമ്മുടെ വേരുകൾ താഴോട്ട് പോകുന്നതേ ഉള്ളൂ. 92 വാജ്പേയിയുടെ കരൺ താപ്പർ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ രാമക്ഷേത്രം കഴിഞ്ഞാൽ അടുത്തത് ഗ്യാൻബാബിയും മധുരയും എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെന്നാണ് വാജ്പേയി പറയുന്നത്. അപ്പോൾ കരൺ താപ്പർ വീണ്ടും ചോദിക്കുന്നുണ്ട്, അത് ഹൈപ്പോത്തറ്റിക്കലായ പല കാര്യങ്ങളും ഇപ്പം നടക്കുന്നുണ്ടല്ലോ, ഒരിക്കലും അസംഭവമൊന്നും സാധ്യതയില്ലെന്നും പറയുന്ന പല കാര്യങ്ങളും പിന്നെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് സാധ്യതയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വാജ്പേയി വളരെ ഖണ്ഡിതമായിട്ട് പറയുന്നുണ്ട്, ഈ ഗ്യാൻബാബി എന്ന് പറയുന്നത്, മധുര എന്ന് പറയുന്നത് ഞങ്ങളുടെ അജണ്ടയിലില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ അലയൊളി കഴിഞ്ഞു, പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ഇപ്പം ഇന്ത്യ എവിടെ ചെന്ന് നിൽക്കുന്നത്? ഗ്യാൻബാബി അജണ്ടയിലില്ലേ? മധുര അജണ്ടയിലില്ലേ? ഈ കല്ലറകളും ഇതേ കുഴിക്കൽ നിർത്തിയോ? കുഴിക്കൽ നിർത്തിയെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? കുഴിച്ചു തുടങ്ങി ഈ രണ്ട് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ. ഇപ്പോൾ രാമക്ഷേത്രം കഴിഞ്ഞു, അപ്പോൾ അടുത്ത എന്തായിരിക്കും? ഭീതിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഗ്യാൻബാബിയിലും കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ 1947 ഓഗസ്റ്റ് 15 എന്നുള്ള ഡേറ്റ് ഈ ഗ്യാൻബാബിയുടെ കാര്യത്തിലും ബാധകമല്ല എന്നുള്ള വിധി വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും കുഴിച്ചു നോക്കുന്നു. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രതിഷ്ഠകൾ കണ്ടെത്തുന്നു, ശിവലിംഗങ്ങൾ കണ്ടെത്തുന്നു. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മാത്രമേ റെസ്ട്രെയിൻ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു നോക്കുക, അതാണ് ഞാൻ ഒരു ആധിപത്യത്തിൻ്റെ സൂക്ഷ്മ സ്വഭാവം പറയുന്നത്. ഇത് നിർത്തണമെങ്കിൽ ബി.ജെ.പിക്കും ഈ ഹിന്ദുത്വവാദികൾക്കും മാത്രമേ കഴിയുള്ളൂ. കാരണം ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞു, അത് ഫ്ലഡ് ഗേറ്റ്സ് ഓപ്പൺ ചെയ്തതുപോലെയാണ്. ഇനി ഇവരുടെ ദയയിൽ വേണം ഇത് സെറ്റിൽ ചെയ്തുകൊണ്ട് ബാക്കി ക്ഷേത്രങ്ങളോ അല്ലെ ബാക്കി പള്ളികളോ ബാക്കി ആരാധനാലയങ്ങളോ ബാക്കി ചരിത്ര സ്മാരകങ്ങളോ ഒക്കെ അതേപോലെ തുടരാനായിട്ട്. സോ ഒരു രാജ്യത്തെ ഒരു വിഭാഗം ആൾക്കാരുടെ ദയയിലേക്ക് മാറ്റുന്നു, അതിനെ ഇവരെ സഹായിക്കുന്നു. ഇപ്പോൾ അടുത്ത ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഇവർ വളരെ ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത്. കാരണം എന്താണ്? അവർ വിധിച്ചിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത് ഈ ന്യൂമറിക്കലായിട്ടുള്ള സുപ്പീരിയോറിറ്റി വെച്ചുകൊണ്ട് ഈ രാജ്യം ഭരിക്കാൻ കഴിയുമെന്നുള്ള ഒരു അവസ്ഥയാണ്. ഇത് മതമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് കൊണ്ടാണ് അവർ അത്ര ഷുവറായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ വാജ്പേയി ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം പോയിട്ട് പോയി, എന്നിട്ട് അദ്ദേഹം ജയിച്ചില്ല. അത് ജയിക്കുമെന്ന് തന്നെ കരുതിയാണ്. കാരണം പക്ഷെ അന്ന് ഡോസ് കുറവായിരുന്നു. അന്ന് എക്സൈറ്റ് ചെയ്യുന്ന ഈ മതം എന്ന് പറയുന്ന അദ്ദേഹം വളരെ ആദ്യഘട്ടങ്ങളിൽ വാജ്പേയി ഒരു മുഖംമൂടി എന്നുള്ള നിലയിലാണ് വാജ്പേയി പലരും ചിത്രീകരിച്ചിരുന്നത്. അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു പോയിരുന്നത്. കാര്യം ഈ ഗാന്ധിയൻ സോഷ്യലിസമായിട്ട് വന്ന പാർട്ടിയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഗിയറുകൾ മാറ്റുന്നുണ്ട്.